മാമി തിരോധാന കേസിൽ മൊഴിയെടുപ്പ് ഇന്നും തുടരും. മാമിയുടെ മകളും ആക്ഷൻ കമ്മിറ്റിയും ഐജിയെ കണ്ട് പ്രാഥമിക വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ റമീസ് മുഹമ്മദ് കോഴിക്കോട് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റമീസ്. കാവ്യ, ഗുഡ് മോർണിംഗ്. വളരെ തിരക്കിട്ട അന്വേഷണ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്, മൊഴിയെടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായി. ഇന്ന് പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കാനിരിക്കുന്ന നീക്കങ്ങൾ എന്തെല്ലാമാണ്? കാവ്യ, ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മാമി തിരോധാന കേസ് അന്വേഷിക്കുന്നത്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം മാമി തിരോധാന കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ IGP പ്രകാശന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേർന്നിരുന്നു. മാത്രമല്ല, മുഹമ്മദ് അട്ടൂർ എന്ന മാമിയുടെ മകളും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും IGP പ്രകാശനെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് മൊഴിയെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും നാളെയുമായാണ് ഇന്നുമായാണ് മൊഴിയെടുപ്പ് നടക്കുക. പ്രാഥമിക ഘട്ടം മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അന്വേഷണം ആരംഭിക്കുകയുള്ളൂ. എന്തായാലും ഇതിനോടനുബന്ധിച്ച് ഈ പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ആക്ഷൻ കമ്മിറ്റി IGP പ്രകാശന് പരാതി കൊടുക്കുന്നതടക്കം ഈ ആക്ഷൻ കമ്മിറ്റി കൂടിയാലോചന നടത്തിയതിനു ശേഷം തീരുമാനിക്കുമെന്നാണ് നിലവിൽ കുടുംബം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല. കാരണം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് കുടുംബം പ്രതികരിച്ചിരുന്നത്. ഈ അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുമെന്നും ആവശ്യമായ വിവരങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുന്നുണ്ടെന്നും ഈ നിലവിൽ അന്വേഷണത്തിൻ്റെ സ്ഥിതിഗതികളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ടെന്നും ഇന്നലെ IGP പ്രകാശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചിരുന്നു. എന്തായാലും മാമി തിരോധാനം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും അതിൻ്റെ അന്വേഷണം കൂടുതൽ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. കാവ്യ.